പ്രധാന വാർത്തകൾ. ഡോക്ടർ പി സരീനാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. വണക്കം സാർ. AKG സെന്ററിലെത്തി ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്ന പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം ഡോക്ടറെ കാണാനില്ല എന്ന രൂപത്തിൽ ഒരു പ്രചരണം ഫേസ്ബുക്കിൽ നടക്കുന്നുണ്ട്. പുതുസാ ഒന്നുമില്ലേ, പഴയതുതാ. ഞാനൊന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ആളല്ലേ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതിന്റെ ചില സൂത്രപ്പണികൾ ട്രോൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. വല്ലാതെ അങ്ങോട്ട് രാഷ്ട്രീയ ഭാവി തീരുമാനമായി എന്നാണ് പ്രധാനമായിട്ടുള്ളൊരു ഹാഷ്ടാഗ്. നമ്മൾ കൃത്യമായി നീങ്ങിയിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ തോൽവിക്ക്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. എവിടെയോ എന്തോ ഒരു തകരാറ്. ഒരു ഇലക്ഷൻ പരാജയം എന്ന് പറയുന്നത് സ്വാഭാവികമായി മാത്രം വിലയിരുത്തേണ്ട ഒന്നാണെന്ന് എന്നിലെ പൊതുപ്രവർത്തകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം പിരായിരി കണ്ണുകൂട്ടുകാവ് അമ്പലത്തിലെ വലിയ ഉത്സവത്തിന് 1.5 മണിക്കൂർ ജനങ്ങൾക്കിടയിൽ നിന്നൊരാളാണ്. അതിനുള്ള തന്റെടവനുണ്ട് അഭിമാനി അച്ചക്കൻ. ഈ ഫലം വന്ന ശേഷം ഇന്നലെയാണ് CM-നെ കാണുന്നത്. എന്തായിരുന്നു CM ആയിട്ടുള്ള ഒരു അനുഭവം? എവിടെയോ കണ്ട് മറന്നു. എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാലും അതല്ലല്ലോ, എവിടെയോ സംസാരിച്ചത് പ്രായോഗിക രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കണിശത എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ സംഘടനാ ദൗർബല്യം CPM-നെ അലട്ടുന്ന ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ പാലക്കാടിനെ കണക്കാക്കാം. അവനെ കിട്ടിയിരുന്നെങ്കിൽ പോലീസ് എടുക്കായിരുന്നു. UDF അതിസമർത്ഥമായി സന്ദീപ് വാര്യനെ ഈ പാളയത്തിലേക്ക് എത്തിക്കുന്നതോടുകൂടി BJP ക്യാമ്പ് ഉണരുമെന്നും ഉണർന്ന് പ്രവർത്തിക്കുന്ന BJP ക്യാമ്പ് ഞങ്ങൾ മെമ്പർമാർ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശാന്തരായി പുറത്തു നിൽക്കുക. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ നമ്മൾ ആഞ്ഞടിക്കും. UDF-ന്റെ ഘടകകക്ഷിയായി തന്നെ പരിഗണിക്കാൻ മാത്രമുള്ള വലുപ്പത്തിൽ പ്രതിഷ്ഠിച്ച് ആ ക്യാമ്പയിനെ അവസാനത്തെ 3-4 ദിവസങ്ങളിൽ അൺലീഷ് ചെയ്ത് വിട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? കോൺഗ്രസ് മനസ്സുള്ള ഇടതുപക്ഷക്കാരൻ എന്നാണ് CPM-ന്റെ ഭാഗമായ ആദ്യ ദിവസത്തെ പ്രതികരണം. മാനോ മര്യാദയുള്ള ഒരു തെണ്ടിയില്ലടാ ഇവിടെ. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് കൃത്യമായ ദേശീയ താല്പര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സംഘടനയാണ് കോൺഗ്രസ് എന്ന്. നിനക്കെന്താ ഒരു മാനസാന്തരം? ഒരു കയ്യബദ്ധം പറ്റിയതാ. എന്നെക്കൊണ്ട് ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അങ്ങനെ അപ്പുറത്ത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ബാലിശമായ ചിന്തയാണ്. തനിക്കെന്താ ഇക്കാര്യം? എങ്ങനെയെങ്കിലും ശത്രുവാളായിട്ട് നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ സാരപ്പണിയാണല്ലേ. ജനങ്ങൾക്കിടയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭാവികൾക്കിടയിലും ഞാൻ അടിമുടി ഇടതുപക്ഷ സ്വഭാവക്കാരനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു. എന്നെ കോൺടാക്ട് ചെയ്ത് ഒരുപാട് പ്രവർത്തകർ വിളിച്ചു. നല്ലത് പറയാനും ചീത്ത പറയാനും വിളിച്ചു. ഞാൻ എല്ലാ ഫോൺ കോളുകളും കഴിവതും എടുക്കും. തിരിച്ചു വിളിച്ച് ചീത്ത കേൾക്കുന്ന ആളും കൂടിയാണ് ഞാൻ. സത്യത്തിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും എന്നോട് കരുണ കാണിക്കും.